മൂന്നാമത്തെ ക്ലാസ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുന്നതുപോലെ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അഡീഷൻ ആണെങ്കിൽ എളുപ്പമാണ്. ചുമ്മാ രണ്ട് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓർഡർ സെയിം ആണെങ്കിൽ എന്ന് മാത്രം പറ്റത്തില്ല, വേറെ കുറച്ച് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അഡീഷൻ ആണെങ്കിൽ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, സബ്ട്രാക്ഷൻ ആണെങ്കിലും രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ആ പേരിൽ പറയുന്നത് പോലെ തന്നെയാണ്, രണ്ട് മെട്രിക്സുകൾ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ് സോൾവ് ചെയ്യുന്ന രീതി. ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? പൊതുവെ ഒരു മാർക്ക്, അതായത് ഒരു 5 മാർക്ക് സെക്ഷനിൽ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു മാർക്കിന്റെ ചോദ്യം ചോദിക്കാറുണ്ട്. രണ്ട് മെട്രിക്സ് തന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, ഈസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ? അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നിട്ട് അതിന്റെ കൂടെ ചോദിക്കും ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് യെസ് ആണെങ്കിലും ജസ്റ്റിഫൈ ചെയ്യണം, പറ്റത്തില്ല നോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റിഫൈ കൊടുക്കുക. അതെങ്ങനെയാണ് എന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിലെ കുറച്ച് ഒഴിച്ച ചോദ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ആദ്യം മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കി, 1 2 3 4 5 6. ഇതറിയാം, നമുക്കറിയാം എത്ര റോ ഉണ്ട്, 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. സോ 2/3 അല്ലെ. ഞാൻ ഇതിനെ മെട്രിക്സ് എ എന്ന് വിളിച്ചു. താണ്ടെ ബി എന്ന് പറഞ്ഞ് അടുത്തൊരു മെട്രിക്സ് ഞാൻ പറയാണ്, അതൊരു 3/2, അതായത് 3 റോയും 2 കോളം. അത് എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാല്, ഞാൻ തിരിച്ചെന്തെങ്കിലും ഒരു ഫ്രെയിമിൽ ഇടുന്നു. 6 5 4 3 2 1 ഇങ്ങനെ എഴുതുന്നു വെച്ചു. ഇത് തമ്മിൽ എനിക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓർഡർ നമുക്കറിയാം എന്താണെന്ന്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 റോയും 2 കോളവുമാണ്. എനിക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഞാനിപ്പോ ഇതിനെ ബി എന്ന് വിളിച്ചാൽ എനിക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ എന്ന് വെച്ചു. അപ്പൊ എനിക്ക് വേണ്ടത് എന്താണ്, എ ബി എന്നാണ്. എ ഇൻറ്റു ബി ആണ് അല്ലെ. അപ്പൊ നമ്മൾ എ ഇൻറ്റു അങ്ങനെ ജസ്റ്റ് എ ബി എന്ന് എഴുതിയാലും മതി. എ ബി എന്ന് എഴുതിയതാണ് എ ഇൻറ്റു ബി എന്ന് തന്നെയാണ്. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് എന്ന് ചോദിക്കുക, ഈസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ? നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചു ചെയ്ത കാര്യം എന്താ, അതായത് രണ്ടിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അത് അഡീഷൻ പറ്റും അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പറ്റും എന്ന് പറയാൻ പറ്റും. ഇവിടെ രണ്ടിന്റെ ഓർഡർ ഡിഫറെന്റ് ആണ്. അപ്പോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ പറയും ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ ഒബേ ചെയ്യേണ്ടത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് ആദ്യം ഒബേ ചെയ്യേണ്ട റൂൾ എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഓർഡർ ഒന്ന് ഞാൻ ചുമ്മാ എടുത്തിരുന്നു. അത് നോക്കി, ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ എത്ര, 2/3 അല്ലേ. രണ്ടാമത്തെ ഓർഡർ എത്ര, 3/2. അവർ പറയാ രണ്ട് മെട്രിക്സുകൾ തന്നിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ മെട്രിക്സ് ഇതാണല്ലോ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ, ഇത് ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എന്ന് വെച്ചാൽ രണ്ടാമത്തെ സംഭവം അല്ലേ. രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഇത് രണ്ടും സെയിം ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. റൈറ്റ്? ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം, രണ്ടാമത്തെ, അതായത് കോളം ആണല്ലോ രണ്ടാമത് പറയാം, രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും ഇത് രണ്ടും സെയിം ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അടുത്ത് ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു 2/3 മെട്രിക്സും ഒരു 2/3 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇതെന്താണ്, ഇതിന്റെ നമ്പർ ഓഫ് കോളവും അതിന്റെ നമ്പർ ഓഫ് റോയും തമ്മിൽ ഈക്വൽ അല്ല. അപ്പൊ ഇതിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തില്ല. എന്ന് വെച്ചാൽ കഥയുടെ ചുരുക്കം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ സംഭവത്തെ എടുത്ത് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓർഡർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ കോളവും ഇതിന്റെ റോയും തമ്മിൽ ഈക്വൽ വന്നില്ലെങ്കിൽ ഒരിക്കലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറ്റത്തില്ല. അതായിരിക്കും ഞാൻ പറഞ്ഞില്ല ചോദിക്കുന്നു പറഞ്ഞില്ല, എന്താണ് ഈസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ? ഇപ്പൊ ഈ ചോദ്യം ആണെങ്കിൽ എന്താണ്, യെസ് ഇറ്റ്സ് പോസിബിൾ. ജസ്റ്റിഫൈ പറയുമ്പോഴോ, സിൻസ് ദ നമ്പർ ഓഫ് കോളം ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോ ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് പോസിബിൾ. അതാണ് ആൻസർ. നോ എന്നുള്ള ഉത്തരം ഈ പോസിബിലിറ്റി ആണ് വരുന്നെങ്കിൽ നമ്മുടെ ആൻസർ നോ ആണ്. എന്താണ്, സിൻസ് ദ നമ്പർ ഓഫ് കോളം ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോ ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഒരു മാർക്കിന് സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മറന്നു പോകരുത്. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ നമ്പർ ഓഫ് കോളവും ഇതിന്റെ നമ്പർ ഓഫ് റോയും തമ്മിൽ ഈക്വൽ ആണോ നോക്കിയപ്പോ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് കിട്ടണമല്ലോ. ആ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
അതടുത്ത ചോദ്യമാണ്. കാര്യം നമുക്കൊരു ഉത്തരം വേണമല്ലോ. ഇപ്പം എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ആയ ഒരു മെട്രിക്സ് കിട്ടണം, അതിന് ഉത്തരം കണ്ടുപിടിക്കണമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതെങ്ങനെ എടുക്കാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും തമ്മിൽ ഈക്വൽ ആയതിന്റെ സിറ്റുവേഷനിൽ നമുക്ക് വേറൊരു സംഭവം ഉടനെ നോക്കി. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതായിരിക്കും റിസൾട്ടന്റ്, അതായത് ആൻസർ വരുന്ന മെട്രിക്സിന്റെ ഓർഡർ അതായിരിക്കും. ഞാൻ ഒന്നുകൂടെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നിങ്ങൾ ചിന്തിക്കുക, 1/3 മെട്രിക്സും 3/2 മെട്രിക്സും രണ്ട് മെട്രിക്സുകളാണ്. ഇത് എ എന്ന് വിളിക്കുക, ഇത് ബി എന്ന് വിളിക്കുക. ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. ഉറപ്പായിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറ്റും. കാര്യം എന്താ, ഇതിന്റെ നമ്പർ ഓഫ് കോളത്തിന് തുല്യമാണ് ഇതിന്റെ നമ്പർ ഓഫ് റോ. അങ്ങനെയാണെങ്കിൽ കിട്ടാൻ ആൻസർ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും 1/2 ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടേണ്ട മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം. അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 2/2 ആണ്. 2/2 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യും 2 റോ 2 കോളം എന്നല്ലേ കാര്യം. ആദ്യത്തെ കാണിക്കുന്ന റോയും രണ്ടാമത്തെ കോളമാണ്. ദാ ഞാൻ ഇവിടെ വരച്ചു നോക്കുകയാണ്. 2 റോ അല്ലെ, 2 കോളം. അപ്പൊ ഉറപ്പായിട്ടും 2 റോ 2 കോളം ആകുമ്പോൾ എത്ര മെട്രിക്സുകൾ ഉണ്ടാവുന്ന വെച്ചാൽ അത് ആലോചിക്കാൻ എളുപ്പമാണ്. 2 × 2 എത്ര? 4 എലമെന്റ്സ് ഉണ്ടാവും മെട്രിക്സിന്. അപ്പൊ അതാണ്ട് എലമെന്റ്സ് ഏതൊക്കെയാ? 1 ഇനീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. 1, 2, 3, 4. ഈ 4 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം എന്താണ്, നമുക്ക് പൊസിഷൻസ് ഒക്കെ നോക്കണ്ടേ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓർഡർ നമ്മൾ തീരുമാനിക്കും. ഇതിന്റെ പൊസിഷൻ പറഞ്ഞേ, ഇത് എവിടെ ആയിരിക്കാന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ. ഞാൻ എഴുതി ഒക്കെ നോക്കണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ആണ് ഇത്. ഇതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഐഡിയ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയാണ് ഇത് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അടുത്തത് നോക്കി, ഇത് എവിടെയാണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ളതാണ് ഇത്. ഇതോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലുള്ളതാണ്. ഇതോ സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലുള്ളതാണ്. ഈ സംഭവം എന്തായാലും നമ്മൾ ചെയ്യുന്നത് കുറച്ച് ടഫാക്കി ചെയ്യാം. ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതറിയാം, അവിടെ ഇവിടെ റാൻഡം ആയിട്ട് ഒരു മൈനസ് ആയിരിക്കും. ഇവിടെ ഒരു മൈനസ് നടക്കട്ടെ. അതാണ്ട് ഇവിടെ ഒരു 2 അല്ലേ, ഇതൊരു -2 എന്ന് നടക്കട്ടെ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താം. ഇതൊരു -5 ഇവിടെ. അപ്പൊ നമ്പർ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവും. ഒരുപാട് ചെയ്ത സമയങ്ങളുണ്ട്. ഈ ഒരെണ്ണത്തിൽ എല്ലാം പറഞ്ഞു തീർക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടഫായിട്ടുള്ള ഒരു സംഭവം തന്നെ പറയാം. എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ ആ 2/2 മെട്രിക്സിന്റെ ബോക്സ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു. ശരി, ഇവിടെ ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ അത് നോക്കിയേ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി നിർത്താൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ്, ഇത് തമ്മിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇത് തമ്മിലാണ് പരിഗണിക്കുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. മറന്നുമായിരിക്കാം. ശ്രദ്ധിച്ചു നോക്കുക. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താണ്ടെ ഈ റോയും ഈ കോളം തമ്മിൽ മൾട്ടിപ്ലൈ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ എലമെന്റുകളായിട്ട് ശ്രദ്ധിച്ചോളാം. നമ്മൾ നോക്കണം 1 × 6. ഓക്കെ, 1 × 6. 1 × 6 എത്ര? 6 അല്ലെ. പ്ലസ് എപ്പോഴും അഡീഷൻ ആയിരിക്കും, സൈൻ വരും. പ്ലസ് അപ്പം 1 × 6 പ്ലസ് 2 × 4. അതാണ് നമ്പർ. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തു പോവാം. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 1 × 6 പ്ലസ് 2 × 4. ഒന്നുകൂടെ പറയുന്നു, 1 × 6 പ്ലസ് 2 × 4. എത്ര? 2 × 4 8. അഗെയിൻ പ്ലസ് 3 × -2. 3 × -2 എന്തുവാ? -6 ആണ്. സോ ഈ പ്ലസ് ആ മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും. സോ -6. എപ്പോഴും നോർമലി പ്ലസ് ആണ്. പക്ഷെ നമുക്ക് 3 × -2 എന്ന് പറയുമ്പോൾ -6 ആണ്. ആ -6ഉം ഇവിടെ ഉള്ള പ്ലസും കൂടെ ചേർന്ന് മൈനസ് ആയി മാറും. സോ അതാണ് നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ എലമെന്റ് കിട്ടി. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് നമുക്ക് കിട്ടി. ഞാൻ അതിനകത്ത് ഇങ്ങോട്ട് എഴുതി വെക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ എലമെന്റ് എന്താ? +6 -6 കട്ടായിപ്പോ. സോ അവിടുത്തെ എലമെന്റ് 8. കണ്ടോ, ഒരു എലമെന്റ് കിട്ടിയാലോ. സിമിലർലി അടുത്ത ചെയ്യാൻ പോവാം. അതായത് A × B യുടെ ആദ്യത്തെ ചെയ്തു, രണ്ടാമത്തെ എഴുതാൻ പോവാം. രണ്ടാമത്തെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നോക്കി, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലേ. അപ്പൊ ദാ കോളം അങ്ങ് മാറും. ഇതല്ല, ഇതിന് പകരം കോളം ഏത് വരും? തൊട്ടപ്പുറത്ത് വരും. തൊട്ടപ്പുറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ടേ ഈ സംഭവമായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോ ഇതെങ്ങനെ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ഈ റോയും ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അങ്ങനെയല്ലേ എന്തെങ്കിലും. സോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ 1 × 5 പ്ലസ് 2 × -3. 2 × -3 എത്ര? അവിടെ ശ്രദ്ധിക്കണം.
2 into minus 3 minus 6 ആണ്. ഇവിടെ പ്ലസ് നടക്കുന്നു. ഈ പ്ലസ് മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും. -6. അടുത്ത 3 into 1 3. എന്ത് 3? +3. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. അപ്പോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1 into 5 5. 2 into -3 -6. ആ -6 അതേപോലെ എടുത്തിട്ടു. 3 into 1 3. അതെടുത്ത് എഴുതി. അപ്പോ 5 - 1 + 3 എന്നാണ്. അപ്പോ 5 + 3 നമുക്ക് എത്രയാണെന്ന് അറിയാം? 8 ആണെന്നറിയാം. 8 - 2 8 - 6 എത്രയാണ്? 2 ആണ്. അതാണ് രണ്ടാമത്തതും കിട്ടി. അതായത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള ഈ എലമെന്റ് നമുക്ക് കിട്ടി. അടുത്ത എന്താണ്? അടുത്തെന്ന് വെച്ചാൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ? അപ്പോ ചേഞ്ച് വരും. ഏത് റോ ആണെന്ന് ഞാൻ വരച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് സങ്കല്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതായത് രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം. റൈറ്റ്. അപ്പോ ഇതും തമ്മിലാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് 4 into 6 എത്രയാണ്? 4 into 6 എത്രയാണ്? 6 4s are 24 പ്ലസ് -5 into 4 -5 into 4 എത്രയാണ്? 20 ആണെന്ന് അറിയാം. -20 ആണ്. സോ ഈ പ്ലസ് ആ മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും. -20. അടുത്തത് 6 into 2 എത്രയാണ്? 6 into 2 എത്രയാണ്? 12 ആണ്. മൈനസ് കിടക്കുന്നുണ്ട്. -12 എന്ന് പറഞ്ഞു. അങ്ങനെ അതുമായി. അപ്പൊ എന്താ സംഭവിച്ചേ? -20 -12. അപ്പൊ എത്രയായി? -32 -32 plus 24 -32 plus 24 എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പൊ എത്ര വരിക? 8 ആണ് ഡിഫറൻസ്. സൈൻ വലത് മൈനസ് ആയതുകൊണ്ട് -8 എന്ന് പറഞ്ഞു വരും. പറഞ്ഞ ക്ലിയർ ആണല്ലോ? അടുത്ത അവസാനത്തെ സംഭവം കൂടെ നോക്കാലോ. അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം എടുത്തു. ഇനി എന്താണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അവസാനത്തെ എലമെന്റോട് എഴുതി നമ്മൾ ആൻസർ പറയാൻ പോകണം. അപ്പൊ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഇതാണ് സെക്കൻഡ് റോ ഫസ്റ്റ് മെട്രിക്സിന്റെ. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാ നോക്കിയിരിക്കുക. 4 into 5 എത്രയാണ്? 4 into 5 എത്രയാണ്? 20 ആണ്. സ്പേസ് ഇട്ട് തന്നെ എഴുതുക കേട്ടോ. നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ സ്പേസ് ഇട്ട് രണ്ടും കൂടെ ക്ലബ് ആയി പോയത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ 4 5s are 20. അടുത്ത എന്താണ്? 5 3s are 15. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. -5 into -3 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. സോ 5 3s are 15. നമുക്ക് ധൈര്യമായിട്ട് എന്ത് തന്നെ എഴുതാം? അത് നമുക്ക് +15 തന്നെ എഴുതാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു. 5 4s are 20. -5 into -3 എന്ന് പറയുന്നത് +15 ആണ്. ഓൾറെഡി ഉള്ള പ്ലസും ആ പ്ലസും കൊടുക്കുന്നത് പ്ലസ് തന്നെയാണ് അല്ലെ? സോ +15. അടുത്ത എന്താണ്? 6 into 1 6 + 6. അപ്പോ നമുക്ക് മെട്രിക്സിന്റെ ഫൈനലായി. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 + 15 എത്രയായി? 35. 35 + 6 41. സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഫൈനൽ ആൻസർ എന്താണ്? ഇതാണ് AB എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ നോക്കിയാലോ. ഇതിപ്പോ ഓർഡർ നമ്മൾ പറഞ്ഞത് 2/3 ആണ് അല്ലെ? ഇത് എത്രയാണ് ഓർഡർ? 3/2. ഇപ്പൊ ഇത് AB ആണല്ലോ അല്ലെ? ഈ സാധാരണ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിക്കകത്ത് അവർ എടുത്തു പറയുന്നതാണ്. അതായത് AB എന്ന് പറഞ്ഞാൽ നിങ്ങൾ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ആയിരിക്കത്തില്ല ബിയും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിന് നല്ലൊരു എക്സാമ്പിൾ പറയാവുന്നത് തന്നെയാണ്. ഓർഡർ ചില സമയങ്ങളിൽ ഓർഡർ സെയിം ആണെങ്കിൽ ഇപ്പോൾ ഉത്തരം സെയിം ആകത്തില്ല. അതായി പറഞ്ഞത്. റൈറ്റ്. ഇവിടെ ഓർഡർ പോലും സെയിം ആകത്തില്ല. കാര്യം എന്താ? നിങ്ങൾ അത് നോക്കി. ഞാനിപ്പോ എ ബിയും ബി എഴുതാം. ഇത് നോട്ട് ചെയ്തോളാം. ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ ബിയും ബി നമുക്ക് എത്ര കിട്ടിയത്? 2/3 3/2 അല്ലേ? ഞാൻ ഇത് തിരിച്ചെഴുതാം. ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? 3/2 ആണ്. എ എത്രയാണ്? 2/3 ആണ്. എന്റെ ആദ്യത്തെ ചോദ്യം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? ആണ്. കാര്യം എന്താ? ഇതിന്റെ നമ്പർ ഓഫ് കോളത്തിന് തുല്യമാണ് അതിന്റെ നമ്പർ ഓഫ് റോ. അപ്പൊ മെട്രിക്സ് 2 സെയിം അല്ലേ? ആണ്. അപ്പൊ കിട്ടുന്ന റിസൾട്ടിന്റെ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഉറപ്പായിട്ടും എന്തായിരിക്കും? 3/3 ആയിരിക്കും. കണ്ടോ? സംഭവം തിരിഞ്ഞപ്പോ ഓർഡർ മാറിയതാണ്. ഇവിടെ എത്ര? 2/2 ആണ്. ഇവിടെ ആകുമ്പോൾ എന്താണ്? 3/3. അപ്പൊ നമ്മൾ 3/3 ഒരു മെട്രിക്സ് ഫ്രെയിം ചെയ്ത് അതേപോലെ 1 1 1 2 1 3 എന്നൊക്കെ പറഞ്ഞ് എഴുതി സോൾവ് ചെയ്ത് പോകണം. ഇത്രയും അധ്വാനം ഉണ്ട്. നല്ലപോലെ മനസ്സിലായി കാണുമല്ലോ. നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.